ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിജയ് ശങ്കർ ഹോസ്പിറ്റലിലാണ്. വിജയ് ശങ്കറിനെ പരിശോധിക്കാനായി രാവിലെ തന്നെ ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ പരിശോധിച്ചതിനു ശേഷം വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഒരു ദിവസം കൂടി എന്നെ ഇവിടെ കിടത്തണമെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഞാൻ ഡിസ്ചാർജ് എഴുതി കഴിഞ്ഞു, നിങ്ങളിപ്പോൾ പെർഫെക്റ്റ് ആണ് എന്നങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞങ്ങളെ സഹായിച്ചാൽ ഡോക്ടർക്ക് എന്തായാലും അതിന്റെ പ്രയോജനം ഉണ്ടാവും, ഇന്നെന്തായാലും ഡിസ്ചാർജ് ചെയ്യരുത്, അതൊരു അപേക്ഷയാണെന്ന് പറയുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, സോറി എനിക്ക് പറ്റില്ലെന്നും പറഞ്ഞ് ഡോക്ടർ അവിടെ നിന്നും പോവുകയാണ്. വിജയ് ശങ്കർ അപ്പോൾ ചന്ദ്രയോട് പറയുന്നുണ്ട്, തക്കത്തിന് നമുക്ക് ഏതെങ്കിലും ഒരു ടാക്സി പിടിച്ച് വീട്ടിലേക്ക് പോവാമെന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അച്ചു പുറത്ത് തന്നെ നിൽപ്പുണ്ട്, വാർഡിന് മുന്നിൽ ഒരു പോലീസുകാരനുമുണ്ട്, നോക്കിക്കോ ഒന്നും ഗുണം പിടിക്കില്ല, അച്ചുവും അർച്ചനയും ആ പോലീസുകാരനും നിങ്ങളുടെ അനിയത്തി രുക്കു വരെ ഇവൻ പോലും നമ്മുടെ കാര്യത്തിൽ കണ്ണടച്ചിരിക്കുകയാണെന്നാ തോന്നുന്നത്. പഴവങ്ങാടി ദേവിക്ക് ഞാൻ 108 തേങ്ങയാണ് നേർന്നിരിക്കുന്നത് എന്നങ്ങനെ ചന്ദ്ര തന്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അച്ചു അങ്ങോട്ടേക്ക് വരുന്നത്. അച്ചു പറയുന്നുണ്ട്, അടുത്തേക്ക് പോവാൻ സമയമായി, ഒരു 10 മിനിറ്റിനകം ഞാൻ വരാം, അതിനു മുന്നേ നിങ്ങൾ ഫുഡ് കഴിക്കണമെന്ന് അച്ചു പറയുമ്പോൾ ചന്ദ്ര ദേഷ്യപ്പെടുന്നുണ്ട്. ലിറ്റർ പാൽപ്പായസം വാങ്ങിച്ചു തരാം, നീ അതങ്ങ് കുടിക്കേ, അവസരം കിട്ടുമ്പോൾ വിരോധമുള്ളവരെ അറസ്റ്റ് ചെയ്യുകയാണോ നിങ്ങളുടെ പതിവ് എന്ന് ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് അർച്ചനയും വരുന്നത്. അർച്ചനയെ കണ്ടും ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ലല്ലോ എന്നങ്ങ് വിചാരിച്ചതേ ഉള്ളൂ, വിജയേട്ടനെ കോടതിക്ക് കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വെക്കണമെന്ന് പറയാനായിരിക്കും വന്നത് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വിലങ്ങ് വെക്കേണ്ട കുറ്റമാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്ത് പോലീസുകാർ കൊണ്ടുപോകും എന്ന് അർച്ചന പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, ചേച്ചി എന്തായാലും കോടതിയിലേക്ക് വരണം, ഒരു റിട്ടേൺ കംപ്ലൈന്റ് തരണം, അല്ലെങ്കിൽ ഇവിടുന്ന് ഒരു പേപ്പറും പേനയും തരാം, ഇവിടുന്ന് എഴുതി തന്നാലും മതിയെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, വേണ്ട വിജയ് ശങ്കർ, നിങ്ങൾക്കെതിരെയുള്ള പരാതിയിൽ നിന്നും ഞാൻ പിന്മാറുകയാണ്. അങ്ങനെ അർച്ചന പറയുന്നതും വിജയ് ശങ്കറും ചന്ദ്രയും അച്ചുവും ഒരുപോലെ ഷോക്കാവുന്നുണ്ട്. അച്ചു ചോദിക്കുന്നുണ്ട്, ചേച്ചി ഇതെന്താണ് പറയുന്നത്, മുകുന്ദേട്ടൻ ജയിലിൽ കിടക്കുന്ന കാര്യം ചേച്ചി മറന്നോ, എന്നെ ഇവര് ജയിലിലാക്കിയത് ചേച്ചി മറന്നോ, നമ്മുടെ ശത്രുക്കളാണ് ഇവരെ രക്ഷിക്കേണ്ട കാര്യം എന്താണ് എന്നങ്ങനെ അച്ചു ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഒന്നും ഞാൻ മറന്നിട്ടില്ല അച്ചു, ആളെ ഞാൻ ഓർത്തു, ഒരാളെ മാത്രം, ചിന്നു, എന്റെ മോളാണ് എന്റെ ജീവിതത്തിലെ എല്ലാം, അതേപോലെ അച്ഛനെയും സ്നേഹിക്കാൻ അവൾക്ക് അവകാശമുണ്ട്, തടയാനുള്ള അവകാശം എനിക്കില്ല, ഞാൻ സ്നേഹിക്കുന്നത് പോലെ അവളുടെ അച്ഛൻ ചിന്നുവിനെ സ്നേഹിക്കുന്നുണ്ടോ എന്നതിൽ എനിക്ക് ഉറപ്പില്ല, ഒരു വിശ്വാസവുമില്ല, പക്ഷേ ചിന്നു എന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ട് അത് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റില്ല, ഇനി ആ വിഷയത്തിൽ പരാതിയില്ല അച്ചു, കേസ് പിൻവലിക്കാം, എന്നെ ഇത്രയും ബുദ്ധിമുട്ടിച്ചതിന് സോറി എന്ന് അർച്ചന പറയുമ്പോൾ ചന്ദ്രയ്ക്കാണെങ്കിൽ ഇത് കേട്ട് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം അർച്ചന പറയുന്നുണ്ട്, പിന്മാറ്റം എന്റെ തോൽവിയാണെന്ന് നിങ്ങൾ രണ്ടുപേരും കരുതണ്ട, അങ്ങനെ ഒരു വ്യാഖ്യാനവും വേണ്ട, എന്നെ തല്ലിയതിന്റെ പാട് എന്റെ മുഖത്തു നിന്നും മാഞ്ഞു, അല്ല അതിന്റെ അടയാളം എന്റെ മനസ്സിലുണ്ടാവും എന്നും അങ്ങനെ അർച്ചന പറഞ്ഞ് വിജയ് ശങ്കറിനെയും ചന്ദ്രയെയും ഒന്ന് നോക്കിക്കൊണ്ട് അർച്ചന അവിടെ നിന്നും പോവുകയാണ്. അച്ചുവും ആകെ ദേഷ്യപ്പെട്ടുകൊണ്ട് അവരെ നോക്കി അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട്. പിന്നീട് വിജയ് ശങ്കറും ചന്ദ്രയും കൂടി ചന്ദ്രകാന്തത്തിലെത്തുകയാണ്. വീട്ടിലെത്തുന്നതും വിജയ് ശങ്കർ ചിന്നുവിനെയാണ് വിളിക്കുന്നത്. ചന്ദ്ര അപ്പോൾ ആര്യയെയും ആരോമലിനെയും വിളിക്കുന്നുണ്ട്. അങ്ങനെ അവര് 3 പേരും താഴേക്ക് ഇറങ്ങി വരികയാണ്. ആര്യയ്ക്ക് വിജയ് ശങ്കറിനെ കാണുന്നതും വളരെ സന്തോഷാവുകയാണ്. ചിന്നു അച്ഛൻ വന്നോ എന്ന് ചോദിക്കുമ്പോൾ വിജയ് ശങ്കർ പറയുന്നുണ്ട്, മോള് മനസ്സ് വെച്ചതുകൊണ്ട് ഇപ്പോൾ വന്നു, മോള് വായെന്ന് പറഞ്ഞ് വിജയ് ശങ്കർ അങ്ങനെ ചിന്നുവിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഒന്ന് ആവശ്യപ്പെടുകയോ ഒന്ന് സൂചിപ്പിക്കുകയോ ചെയ്തിട്ടില്ല, എന്നിട്ടും നീ അച്ഛന് വേണ്ടി സംസാരിച്ചു, സന്തോഷായി മോളെ എന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, അതിന്റെ കടമയല്ലേ അച്ഛ എന്ന്. ഇതൊന്നും കണ്ടിഷ്ടപ്പെടാതെ ചന്ദ്ര പറയുന്നുണ്ട്, ഒരു മകളുടെ ധർമ്മമാണ് അവൾ ചെയ്തത്, ഇത് അത്ര വലിയ ത്യാഗമൊന്നുമല്ല എന്ന് പറയാണ്. അങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്, ശരി ഞാൻ പോയി ചായ ഇട്ടിട്ട് വരാമെന്ന് പറയുമ്പോൾ ചിന്നു പറയുന്നുണ്ട്, ആന്റി ഇവിടെ നിൽക്ക്, ഞാൻ പോയി ചായ എടുക്കാമെന്ന് പറയാണ്. അങ്ങനെ ചിന്നു അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. വിജയ് ശങ്കർ എനിക്കൊന്ന് ഫ്രഷ് ആവണമെന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ്. ആര്യപ്പോ ചന്ദ്രയോട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞാൽ പുകഴ്ത്തുകയാണെന്ന് തോന്നരുത്, നന്ദികേട് പറയാൻ കാണിക്കാനും കഴിഞ്ഞിട്ടുള്ളൂ ഈ ലോകത്ത് മറ്റാരും, ഞാൻ നമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആര്യ അങ്ങനെ ചന്ദ്രയെ കൈകൂപ്പുകയാണ്. എന്നിട്ട് അടുക്കളയിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് അർച്ചന ഓഫീസിലേക്ക് എത്തുകയാണ്. ഇതെല്ലാം അറിഞ്ഞ് ദീപ്തി അർച്ചനയോട് ദേഷ്യപ്പെടുന്നുണ്ട്, ചെറിയൊരു കാര്യമല്ല അർച്ചനെ നീ ചെയ്തത്, നീ രക്ഷിച്ചത് വിജയ് ശങ്കറിനെയാണ്, മനുഷ്യൻ വർഷങ്ങളായി നിന്നെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, നീ എന്തിനാണ് അയാളെ രക്ഷിച്ചത്, കുറച്ചു ദിവസമെങ്കിലും അയാൾ ജയിലിൽ കിടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു, അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു,
നേരം ഇതാ പരാതിയും പിൻവലിച്ച് വന്ന് നിൽക്കുന്നു. ഇങ്ങനെയാണ് നിനക്ക് വിജയ് ശങ്കറിനോട് ക്ഷമിക്കാനുള്ള ഹൃദയ വിശാലതയുണ്ടായതെന്ന് ദീപ്തി അങ്ങനെ ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. പറഞ്ഞു ഞാൻ അയാളോട് ക്ഷമിച്ചു എന്ന്. അത്രയ്ക്കുള്ള ഹൃദയ വിശാലതയൊന്നും എനിക്കില്ല. അയാൾ എന്നോടും കുടുംബത്തോടും ചെയ്ത ഒരു പ്രവൃത്തിയും ഞാൻ മറന്നിട്ടില്ല എന്ന് അർച്ചന പറയുമ്പോൾ ദീപ്തി ചോദിക്കുന്നുണ്ട്. പിന്നെന്താണ്, മുൻ ഭർത്താവിനോട് സിമ്പതി തോന്നിയോ? മിച്ച് ജീവിച്ച കാലത്തേക്ക് എന്താ ഓർമ്മകൾ പോയോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ എന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്. നിന്റെ എല്ലാ ചോദ്യത്തിനും കൂടി എനിക്കൊരു മറുപടിയേ ഉള്ളൂ. ന്യൂന് വേണ്ടി, എന്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ പരാതി പിൻവലിച്ചത്. ഇത്രയ്ക്കായിട്ടും ഒന്നിനും തിരിച്ചറിവുള്ള മനസ്സ് അയാൾക്കുണ്ടാവില്ല. തെറ്റുകൾ തിരുത്താനുള്ള ശ്രമവും അയാൾ നടത്തില്ല. അതുകൊണ്ടൊന്നും ചന്ദ്രലേഖയും വിജയ് ശങ്കറും മാറില്ല ദീപ്തി. ഇനി എനിക്കെതിരെ അടുത്തമ്പ് എന്താണ് പ്രയോഗിക്കേണ്ടതെന്ന് ആലോചിക്കുകയായിരിക്കും രണ്ടുപേരും എന്നൊക്കെ അങ്ങനെ അർച്ചന ദീപ്തിയോട് പറയാണ്. അതിനുശേഷം വിജയ് ശങ്കറും ചന്ദ്രയും അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. വിജയ് ശങ്കർ അപ്പോ ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, എന്നാണ് പഴവങ്ങാടി പോകുന്നത്? നീയല്ലേ 108 തേങ്ങ നേർന്നിട്ടുണ്ടെന്ന് പറഞ്ഞത്? ഞാൻ ജയിലിൽ പോകുന്നത് ഒഴിവായാൽ 108 തേങ്ങ ഉടയ്ക്കാമെന്നല്ലേ നീ പറഞ്ഞത്? കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ നീ അതെല്ലാം മറന്നോ? ഇതൊക്കെ നമ്മൾ മറന്നാലും ഭഗവാൻ മറക്കില്ലാട്ടോ എന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരി, ശനിയാഴ്ച നമുക്ക് പോവാമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആര്യയും ആരോമലും വരുന്നുണ്ട്. എന്താ കാര്യമെന്ന് ചന്ദ്ര അങ്ങനെ ചോദിക്കുമ്പോൾ ആര്യ പറയുന്നുണ്ട്, ഞങ്ങൾ ചെറിയൊരു സർപ്രൈസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കുറച്ചു കഴിയുമ്പോൾ രണ്ടുപേരും കൂടി അങ്ങോട്ടേക്ക് വരണം. ഹോളിലാണോ ബാൽക്കണിയിലാണോ പ്രോഗ്രാം എന്ന് കുറച്ചു കഴിഞ്ഞിട്ട് അറിയിക്കുന്നതായിരിക്കും എന്നും പറഞ്ഞ് ആര്യയും ആരോമലും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് ചിന്നു ആണെങ്കിൽ അർച്ചനയെ ഫോണിൽ വിളിക്കുന്നുണ്ട്. അമ്മ എവിടെയാ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, ഞാൻ ഓഫീസിലാണെന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, ഒരു പ്രശ്നമുണ്ട്. എനിക്ക് തന്നെയാണ് പ്രശ്നമെന്ന് പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, കാര്യം എന്താണെന്ന് പറയൂ ചിന്നു എന്ന്. ചിന്നു അപ്പൊ പറയുന്നുണ്ട്, എനിക്ക് അമ്മയെ ഇപ്പൊ തന്നെ കാണണം. ഉണ്ടാ മാത്രം പോരാ, എനിക്കൊന്ന് കെട്ടിപ്പിടിക്കണം. എന്നിട്ട് ഒരു 5-6 ഉമ്മയും തരണം. അമ്മ എന്റെ വാക്കിന് വില കൽപ്പിച്ചുവല്ലേ, എന്നെ ജയിലിലേക്ക് അയച്ചില്ലല്ലോ, താങ്ക് യു അമ്മ എന്നങ്ങനെ ചിന്നു സന്തോഷത്തോടെ പറയുന്നതും അർച്ചന പറയുന്നുണ്ട്, ഇവിടെ കുറച്ച് ജോലിയുണ്ട് എനിക്ക്, കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. പിന്നീട് ആര്യയും ആരോമലും ചിന്നുവും കൂടി സർപ്രൈസിന്റെ ഭാഗമായി ഡെക്കറേഷൻ ചെയ്യാണ്. ആരോമലപ്പ പറയുന്നുണ്ട്, ഞാനൊരു പാട്ട് പാടിയാലോ എന്ന്. ആര്യപ്പ പറയുന്നുണ്ട്, അയ്യോ വേണ്ട, സഹിക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ലെന്ന് പറയാണ്. അങ്ങനെ പരസ്പരം ആരോമലും ആര്യയും കൂടി കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം കേട്ട് ചിന്നു അങ്ങനെ ചിരിക്കുന്നുണ്ട്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും ചന്ദ്രയും വരുന്നത്. അവർക്കുള്ള എന്തോ സർപ്രൈസ് ആണെന്ന് കരുതി രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ്. ചന്ദ്രയും വിജയ് ശങ്കർ ഇപ്പൊ പറയുന്നുണ്ട്, കാര്യമായിട്ടാണല്ലോ നിങ്ങളുടെ ഒരുക്കങ്ങൾ, എന്താണ് സംഭവം എന്ന് ചോദിക്കുകയാണ്. ആര്യപ്പ പറയുന്നുണ്ട്, ഒരു സർപ്രൈസ് ട്രീറ്റ് ഉണ്ട്, അത്രയും ഇപ്പൊ അറിഞ്ഞാൽ മതി, ബാക്കിയെല്ലാം പിന്നീട് പറയാമെന്ന് പറയാണ്. അങ്ങനെ കുട്ടികളെല്ലാവരും ചേർന്ന് കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. എന്നിട്ട് കേക്കിന്റെ അടുത്തേക്ക് ചന്ദ്രയും വിജയ് ശങ്കറിനെയും വിളിച്ചുകൊണ്ട് പോവുകയാണ്. ചന്ദ്ര ഇപ്പൊ സ്വകാര്യമായി വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, അർച്ചനയെ വിളിച്ചിട്ടില്ലെന്ന് തോന്നുന്നു, അത് നന്നായി എന്ന് പറയാണ്. ആര്യ പറയുന്നുണ്ട്, നമ്മുടേതായ ഒരു ചെറിയ ഗെറ്റ് ടുഗെദർ, അതാണ് ഉദ്ദേശിച്ചത്. നമ്മളെല്ലാവരും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. പക്ഷേ ഒന്ന് ചിരിക്കാൻ പോലും കഴിയാതെ ഇന്നത്തെ ദിവസം നമ്മൾ ദുഃഖിക്കേണ്ടതായിരുന്നു. അച്ഛൻ ജയിലിൽ പോയിരുന്നുവെങ്കിൽ കേസിൽ നിന്ന് ഒഴിവായ അച്ഛനാണ് ഇന്നത്തെ ഗസ്റ്റ്. അച്ഛൻ കേസിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ സാഹചര്യം നമുക്കറിയാം. ചിന്നു ചേച്ചിയാണ് അതിന് കാരണമായത്. ചിന്നു ചേച്ചി കാരണമായെങ്കിലും ആ കേസിൽ നിന്ന് അച്ഛനെ രക്ഷപ്പെടുത്തിയത് മറ്റൊരാളാണ്, അർച്ചന ആന്റി എന്ന് ആര്യ പറയുന്നതും വിജയ് ശങ്കറിനും ചന്ദ്രയ്ക്കും ആ പേര് കേൾക്കുന്നതും ദേഷ്യം വരികയാണ്. വീണ്ടും ആര്യ പറയുന്നുണ്ട്, അർച്ചന ആന്റിയാണ് ഇന്നത്തെ നമ്മുടെ ചീഫ് ഗസ്റ്റ് എന്നും പറഞ്ഞ് കുട്ടികൾ അങ്ങനെ കൈയടിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അർച്ചന എത്തുന്നുണ്ട്. അച്ഛൻ അങ്ങനെ ഒരു സൈഡിലേക്ക് മാറി നിൽക്കുന്നതും ആര്യ പറയുന്നുണ്ട്, അങ്ങോട്ടേക്ക് വാ ആന്റി എന്ന്. അർച്ചനപ്പ പറയുന്നുണ്ട്, വേണ്ട മോളെ, ഞാനിവിടെ നിന്നോളാം എന്ന് പറയുന്നുണ്ടെങ്കിലും കുട്ടികൾ സമ്മതിക്കുന്നില്ല. അച്ഛനെ പിടിച്ചു വലിച്ച് അവര് ആ കൂട്ടത്തിലേക്ക് നിർത്തുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, ഇതായിരുന്നു പരിപാടി എന്ന് അറിഞ്ഞിരുന്നുവെങ്കിൽ വൈകിട്ട് വരെ ഞാൻ എങ്ങോട്ടെങ്കിലും മാറി നിന്നേനെ എന്ന് അർച്ചന പറയുമ്പോൾ ആരോമൽ പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ആന്റിയോട് ഞങ്ങളൊന്നും പറയാതിരുന്നതെന്ന് ആര്യപ്പ പറയാണ്. അച്ഛനെതിരെയുള്ള പരാതി പിൻവലിച്ചതിന്റെ പേരിൽ ആന്റിക്ക് ഒരുക്കിയ ട്രീറ്റ് ആണിത്. സർപ്രൈസ് കഴിഞ്ഞിട്ടില്ല, ഒരു വിശേഷം കൂടിയുണ്ട്, ചിന്നു ചേച്ചി അനൗൺസ് ചെയ്താൽ മതിയെന്ന് പറയാണ്. ചിന്നു ഇങ്ങനെ പറയുന്നുണ്ട്, അറിയട്ടെ അമ്മേ, ഞാൻ ഇന്ന് അമ്മയുടെ പിറന്നാളാണ്. ചിന്നു പറയുമ്പോൾ അർച്ചന, അയ്യോ ദൈവമേ, ഞാനത് ഓർത്തില്ലല്ലോ, സത്യമായിട്ടും ഞാൻ അത് മറന്നുപോയ കാര്യമാണെന്ന് പറയാണ്. ചിന്നപ്പ പറയുന്നുണ്ട്, ഞാനത് ഓർത്തു, ഞാനത് മറന്നിട്ടില്ല എന്ന് പറയാണ്. ആര്യപ്പോ അർച്ചനയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിഷ് ചെയ്യുന്നുണ്ട്. അരോമലും ചിന്നുവും എല്ലാവരും അർച്ചനയെ വിഷ് ചെയ്യാണ്. വിജയ് ശങ്കറപ്പ ചന്ദ്രയോട് സ്വകാര്യമായി പറയുന്നുണ്ട്, നീയൊന്ന് വിഷ് ചെയ്യേ, ഇല്ല അല്ലെങ്കിൽ അത് മോശമാണെന്ന് പറയാണ്. അങ്ങനെ കൈ കൊടുത്തുകൊണ്ട് അർച്ചനയെ വിഷ് ചെയ്യാണ് ചന്ദ്ര. ശരി, ഇനി നമുക്ക് കേക്ക് മുറിച്ചാലോ എന്ന് പറഞ്ഞ് ചിന്നു അങ്ങനെ അർച്ചനയെ വിജയ് ശങ്കറിന്റെ അടുത്തേക്ക് നിർത്തുകയാണ്. ഇതൊന്നും കണ്ട് ഒട്ടും രസിക്കാതെയാണ് വിജയ് ശങ്കറും ചന്ദ്രയും അങ്ങനെ
അങ്ങനെ നിൽക്കുന്നത്. പിന്നീട് അർച്ചന അങ്ങനെ കേക്ക് മുറിക്കുകയാണ്. കുട്ടികളാണെങ്കിൽ കൈയടിച്ച് ഹാപ്പി ബർത്ത്ഡേ പാടുന്നുണ്ട്. അച്ഛൻ അങ്ങനെ കുട്ടികൾക്ക് കേക്ക് കട്ട് ചെയ്ത് കേക്ക് വായിൽ വെച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് എല്ലാവർക്കും ഓരോ ഉമ്മ കൊടുക്കുകയാണ്. അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്രയും വിജയ് ശങ്കറും അങ്ങനെ ഇരുന്ന് സംസാരിക്കുകയാണ്. ചന്ദ്ര പറയുന്നുണ്ട്, മനസ്സില്ലാതെ കേക്ക് കഴിച്ചാലും അത് കഴിക്കുമെന്ന് എനിക്കിന്ന് മനസ്സിലായി. തൊപ്പിക്കളയാന്ന് വെച്ചാൽ ആര്യ അത് കണ്ടുപിടിക്കും. ചെയ്തത് ശരിയായില്ലെന്ന് ആര്യ അവിടെ വെച്ച് പറയും ചെയ്യും. എന്റെ മക്കളെ അവൾ കയ്യിലെടുത്തു, അതാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ചന്ദ്ര പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അർച്ചന ഇവിടെ വന്ന് തമ്പടിച്ചത് യെയും ആരോമിലിനെയും എന്നിൽ നിന്ന് അകറ്റാനാണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളിൽ നിന്ന് മാത്രമോ നമ്മളിൽ നിന്നെന്ന് പറ. തൊട്ടേ ഞാൻ മരം കയറിയാണെന്നും അനുസരണയില്ലാത്തവളാണെന്നും അർച്ചന കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സ്വയം പഠിച്ച് പാസ്സായ ഹീറോയിൻ അല്ലേ അവള്, കൊണ്ട് തന്നെ അവൾ പറയുന്നത് എല്ലാം കുട്ടികൾ വിശ്വസിക്കും എന്നെല്ലാം ചന്ദ്ര അങ്ങനെ അർച്ചനയോടുള്ള ദേഷ്യത്തിൽ പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അവളുടെ ഔദാര്യം കൊണ്ടാണ് ഞാനിപ്പോ ജയിലിൽ പോവാതിരുന്നതെന്ന് കുട്ടികളെല്ലാരും വിചാരിച്ചിട്ടുണ്ട്. ഒരു സംസാരം പുറത്തുണ്ട് എന്ന് വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, ചുരുക്കത്തിൽ നിങ്ങൾ നാണം കെട്ടോ? ഇവിടെ നടന്ന കേക്ക് മുറിക്കലൊക്കെ പിള്ളേരുടെ സ്വന്തം ഐഡിയ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതെല്ലാം അർച്ചനയുടെ ബുദ്ധിയാണ്. അവളെ ഇവിടുന്ന് അടിച്ചേർക്കാൻ പറഞ്ഞ നിങ്ങൾ ലോ പോയിന്റും കെട്ടിപ്പിടിച്ചിരിക്കുകയല്ലേ, പിന്നെ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, അങ്ങനെ ഞാൻ അവളെ അടിച്ചിറക്കി വിട്ടാൽ നിയമം അറിയുന്ന ആളെന്ന രീതിക്ക് എനിക്കത് എന്റെ ജോലിയെ ബാധിക്കും. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര വീണ്ടും പറയുന്നുണ്ട്, നമ്മൾ എന്തെങ്കിലും ചെയ്താലല്ലേ പ്രശ്നമുള്ളൂ, എങ്കിലും ഏർപ്പാടാക്കി നമുക്ക് അവൾക്ക് ഒരു ഇരുട്ടടി കൊടുത്താലോ. ഇരിക്കും പേടിച്ചു വരച്ച് അവൾ ഇവിടുന്ന് സ്ഥലം വിടണം. അങ്ങനെ ചന്ദ്ര പറയാണ്. വിജയ് ശങ്കർ അപ്പൊ പറയുന്നുണ്ട്, അത് പോലീസ് കേസാവും. അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോ ചെയ്താൽ ആദ്യം പോലീസുകാർ സംശയിക്കുന്നത് നമ്മളെ തന്നെ ആയിരിക്കും എന്ന് വിജയ് ശങ്കർ പറയാണ്. ചന്ദ്ര അപ്പോ മറ്റൊരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് അർച്ചന ശിക്ഷ വാങ്ങിച്ചു കൊടുത്താൽ ഏതെങ്കിലും ടീംസിനെ പിടികൂടിയാലോ. ഇതിലാക്കിയ വൈരാഗ്യത്തിന് ഇവര് വക്കീലിനെ തല്ലിച്ചതച്ചതാണെന്ന കേസ് വരില്ലേ എന്ന് ചന്ദ്ര പറയുമ്പോ വിജയ് ശങ്കർ പറയുന്നുണ്ട്, ആ ഐഡിയ കൊള്ളാം, പക്ഷെ നമ്മൾ എങ്ങനെയാണ് ഇത് നടപ്പിലാക്കുന്നത്? ആദ്യം ഒരാളെ കണ്ടുപിടിക്കണം, ഇവരെ കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം, പിന്നെ കൊട്ടേഷൻ നടപ്പിലാക്കാൻ വേറൊരാളെ കണ്ടെത്തണം. റിസ്ക് ആണ്, നമ്മൾ പിടിക്കപ്പെടാനും ഇടയുണ്ട്. എന്തായാലും ഒന്നുകൂടി ക്ഷമിക്ക് ചന്ദ്രേ, രക്ഷയുമില്ലെന്ന് കണ്ടാൽ നമുക്ക് ഒരു അറ്റകൈ പ്രയോഗം നടത്താം. അവളെ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല. മക്കളെ അവൾ ചാക്കിട്ട് പിടിച്ചത് ക്ഷമിക്കാൻ പറ്റുന്ന കാര്യമല്ല. എന്തായാലും അർച്ചന അനുഭവിക്കുമെന്ന് വിജയ് ശങ്കർ അങ്ങനെ പറയാണ്. അതിനുശേഷം JKക്ക് ഒരു പോസ്റ്റ് വരുന്നുണ്ട്. JK തന്നെ ആ പോസ്റ്റ് ഒപ്പിട്ട് അങ്ങനെ വാങ്ങുകയാണ്. പോസ്റ്റ്മാൻ JK കണ്ട സന്തോഷത്തിൽ പറയുന്നുണ്ട്, സാറിന്റെ കഥകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്, പുതിയ പുസ്തകങ്ങളൊന്നും ഇല്ലേ സാർ എന്ന് ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, അധികം താമസിയാതെ ഒന്ന് വരുന്നുണ്ടെന്ന് പറയാണ്. പോസ്റ്റ്മാൻ അപ്പൊ പറയുന്നുണ്ട്, സാറെന്താ സാറിന്റെ കഥകളൊന്നും സിനിമയാക്കുന്നില്ലേ? അങ്ങനെ സിനിമയാക്കുകയാണെങ്കിൽ അതിലൊരു വേഷം തരണേ സാർ. സാറിന്റെ കൂടി റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ എന്നെ സിനിമയിൽ എടുക്കുമല്ലോ, ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ എന്നെല്ലാം പോസ്റ്റ്മാൻ അങ്ങനെ പറയാണ്. JK ഇപ്പൊ പറയുന്നുണ്ട്, ശരി, എനിക്കാണെങ്കിൽ ഇപ്പൊ ഒട്ടും സമയമില്ല എന്നും പറഞ്ഞ് പോസ്റ്റ്മാനെ അവിടുന്ന് വിട്ട് JK അകത്തേക്ക് പോകുന്നുണ്ട്. JK അങ്ങനെ ആ പോസ്റ്റ് പൊട്ടിച്ചുകൊണ്ട് അതെന്താണെന്ന് വായിക്കുകയാണ്. വായിച്ചു കഴിഞ്ഞതും JK മധുബാലയെ വിളിക്കുന്നുണ്ട്. മധുബാല അങ്ങോട്ടേക്ക് വരികയാണ്. JK ഇപ്പൊ ചോദിക്കുന്നുണ്ട് ഇതെന്താണെന്ന്. മധുബാല ഇപ്പൊ പറയാണ്, നിങ്ങളുടെ കയ്യിലുള്ള പേപ്പറിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കെങ്ങനെയാണ് അറിയാം എന്നങ്ങനെ ചോദിക്കുമ്പോൾ JK പറയുന്നുണ്ട്, നീ എനിക്ക് അയച്ച വക്കീൽ നോട്ടീസാണിത്, നീ തന്നെയല്ലേ ഇത് അയച്ചതെന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ആരാണ് അയച്ചതെന്ന് അതിൽ എഴുതിയിട്ടുണ്ടല്ലോ, പിന്നെ എന്തിനാണ് ചോദിക്കുന്നതെന്ന് തിരിച്ചു ചോദിക്കുകയാണ് മധുബാല. JK അപ്പോ ആ നോട്ടീസിലുള്ളത് വായിക്കുന്നുണ്ട്. ഭർത്താവായ JK ഭാര്യയായ മധുബാലയ്ക്ക് മാസം തോറും ഒരു നിശ്ചിത തുക ചെലവനായി കൊടുക്കണമെന്നാണ് ആ നോട്ടീസിൽ എഴുതിയിരിക്കുന്നത്. JK അപ്പൊ ചോദിക്കുന്നുണ്ട്, നീ എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നതെന്ന്. മധുബാല അപ്പൊ പറയുന്നുണ്ട്, ഒരാൾക്ക് ഒരു മാസത്തെ ചെലവിന് എത്ര രൂപ വരേണ്ടി വരുമെന്ന് നിങ്ങളൊന്ന് ആലോചിക്കുകയെന്ന് പറയുമ്പോൾ JK പറയുന്നുണ്ട്, റേഷനരിയും അട്ടയും വാങ്ങിയാൽ റേഷൻ സാധനങ്ങൾക്ക് മാസം ഒരു 200 രൂപ മതിയാവും, പിന്നെ പച്ചക്കറി, പാല്, മറ്റു സാധനങ്ങൾ അതിനും കൂടി ഒരു 5000 രൂപ. ദേ അത്ര പോരെ എന്ന് JK അങ്ങനെ ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ആയതുകൊണ്ട് എനിക്ക് റേഷനരി ഉണ്ണേണ്ട അവസ്ഥയില്ല, മാസം 50,000 രൂപ വെച്ച് എനിക്ക് കിട്ടണം എന്ന് മധുബാല പറയുമ്പോൾ JK ചോദിക്കുന്നുണ്ട്, ആട്ടെ, എന്നു മുതലാണ് നിനക്ക് ചെലവിനുള്ള ക്യാഷ് തരേണ്ടതെന്ന് ചോദിക്കുമ്പോൾ മധുബാല പറയുന്നുണ്ട്, ഈ മാസം ഇങ്ങനെ പോവട്ടെ, 10 മാസം മുതൽ എനിക്ക് പണം തരണമെന്ന് മധുബാല അങ്ങനെ തീർത്ത് പറയുകയാണ്. JK ആണെങ്കിൽ ഒന്നും മിണ്ടാതെ അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.